ജോർജിയ ട്രിപ്പ് കഴിഞ്ഞിട്ട് നാൾ കുറേ ആയെങ്കിലും അതിൽ ലാസ്റ്റ് 1-2 വീഡിയോസ് നമുക്ക് ഇതുവരെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മസ്കേറ്റിൽ നിന്ന് കുട്ടൈസിയിലേക്കുള്ള യാത്രയിൽ നമുക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഉപ്ലസ്കി. അവിടുത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ തിബിലിസി ടു കുട്ടൈസി ആണെങ്കിലും മസ്കേത്ത ടു കുട്ടൈസി ആണെങ്കിലും സെയിം റൂട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് തിബിലിസിയിൽ നിന്ന് ഏകദേശം ഒരു 80 കിലോമീറ്റേഴ്സാണ് ഈ ഒരു ഉപ്ലസ്കി വരുന്നത്. അപ്പോൾ അതൊരു കേവ് സിറ്റിയാണ്. 3000 വർഷങ്ങൾക്ക് മുമ്പ് ഇരുമ്പ് യുഗത്തിൽ ഉണ്ടായിരുന്ന മൊത്തത്തിൽ ഇങ്ങനെ കേവിൻ്റെ ഉള്ളിലായിട്ട് ആൾക്കാർ താമസിച്ചിരുന്ന ഒരു സിറ്റി പോലെയുള്ള ഒരു ഭാഗമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അങ്ങോട്ടുള്ള യാത്രയിൽ കൂടുതലും നമുക്ക് ഈ ഗ്രാമങ്ങളൊക്കെയാണ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു യാത്ര തന്നെയാണ്. അപ്പം അധികം എഡിറ്റിംഗ് ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കുന്നത്. ഞങ്ങളുടെ ആദ്യത്തെ ജോർജിയ ട്രിപ്പ് ആയിരുന്നു എങ്കിലും നമ്മളങ്ങനെ ഗൈഡിൻ്റെ സഹായമൊന്നും ഇല്ലാതെ മൊത്തത്തിൽ ഗൂഗിൾ മാപ്പും പിന്നെ നമ്മുടെ ചോദിച്ച് പോകാവുന്ന മട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഇങ്ങനെയുള്ള ഗ്രാമങ്ങൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കുറച്ച് ഇഷ്ടമുള്ള കൂട്ടത്തിലായതുകൊണ്ട് മാക്സിമം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഗോരി വില്ലേജ് എന്ന് പറയും. ഈ ഒരു ഉപ്ലസ്കി എത്തുന്നതിന് ഒരു 10 കിലോമീറ്റർ മുന്നേ ആയിട്ട് ഫുള്ളായിട്ടും ഇവിടെ ഇങ്ങനെ വില്ലേജ് കൃഷി കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. വഴിയൊന്നും അറിയത്തില്ലെങ്കിൽ നമ്മളൊരു 10 പ്രാവശ്യം ഇവിടേക്ക് വന്നിട്ടുണ്ട് എന്ന മട്ടിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. സംഭവം എന്തായാലും നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. അവിടെ എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്. അതിൻ്റെ അടിഭാഗത്തൂടി ഒരു നദി പോകുന്നുണ്ട്. സംഭവം ഇവിടുത്തെ സ്ഥലപ്പേരുകളും അതുപോലെ നദികളുടെ പേരുകളും ഒക്കെ പ്രൊനൗൺസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ പറയുന്നതൊക്കെ കറക്റ്റാണോന്നും വലിയ പിടുത്തമൊന്നുമില്ല. എന്നാലും നമ്മൾ അങ്ങോട്ട് പറയുവാണ്. ഇത് മത്കാവരി എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. എന്തായാലും നമ്മൾ കാവേരി നദി എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. ബോർഡ് വായിക്കാൻ പറ്റാത്തതൊക്കെ നമ്മൾ ഏകദേശം ലുക്ക് നോക്കിയിട്ട് ചായക്കട റെസ്റ്റോറൻറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പൊക്കോണ്ടിരിക്കുവാണ്. എന്തായാലും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പോകുന്ന വഴിക്ക് നമ്മൾ അങ്ങനെ അധികം വണ്ടികളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിലും അവിടേക്ക് പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ എത്തുമ്പം അത്യാവശ്യം ഗ്രൂപ്പായിട്ടുള്ള ഒത്തിരി ടൂറിസ്റ്റ് ബസ്സുകൾ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എൻട്രൻസ് ഫീ ഉണ്ട്. 15 ദിറംസ് ആണ് പെർ പേഴ്സൺ എൻട്രൻസ് ഫീ വരുന്നത്. 15 ദിറംസ് അല്ല, സോറി 15 ലാറിയാണ്, ജോർജിയൻ ലാറി. അപ്പോൾ ഇതാണ് പാർക്കിംഗ് ഏരിയ. പാർക്കിംഗ് ഏരിയ കഴിഞ്ഞാൽ ഉടനെ തന്നെ ടിക്കറ്റ് കൗണ്ടർ വരുന്നുണ്ട്. അപ്പോൾ വേഗത്തിൽ തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇവിടുത്തെ കേവ്സിൽ കയറുകയാണെങ്കിൽ 15 ജെല്ലാണ് ചാർജ് വരുന്നത്. പിന്നെ 20യുടെ ചാർജ് ഉണ്ട്. അതാണെങ്കിൽ നമുക്ക് വൈൻ സെല്ലേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് വൈൻ ടേസ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ മേടിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ടൈം ഭയങ്കര കുറവാണ്. നമ്മളിപ്പം 15ൻ്റെയാണ് എടുത്തിരിക്കുന്നത്. എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു മ്യൂസിയം ഉണ്ട്. അത് നമുക്ക് കേവ് സിറ്റി കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ കാണാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം നമ്മൾ മുകളിലോട്ടാണ് പോകുന്നത്. ആദ്യം തന്നെ ഇങ്ങനെ ഒരു പാർക്ക് പോലെയൊക്കെ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിൽ നമുക്ക് കാണാനുള്ള മാപ്പ്, പിന്നെ അതുപോലെ ഓരോ ഏരിയയിലേക്കും പോകാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള നമ്പർ കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് കയറാൻ ഇങ്ങനെ സ്റ്റെപ്പ് കാര്യങ്ങളും ഒക്കെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒട്ടുമിക്ക ആൾക്കാരും ഒക്കെ ഓരോരോ ഗ്രൂപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അവരോടൊപ്പം ഗൈഡുണ്ട്. അപ്പോൾ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് അവർ കുറച്ച് പതുക്കെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വേഗത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു പുഴ കാണാനുണ്ട്. പിന്നെ ഈ ഒരു കേവ് സിറ്റി കണ്ട് തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഈ കേവ് സിറ്റിയുടെ ഉള്ളിലൂടെ തന്നെ ഒരു ടണലുണ്ട്. ആ ടണൽ വഴി നേരെ വന്നിട്ട് നമ്മൾ ഈ ഒരു പുഴയുടെ തീരത്തേക്കാണ് എത്തുന്നത്. പിന്നെ മുകളിലോട്ട് കയറുമ്പോൾ കുറച്ച് ദൂരം മാത്രം തന്നെ ഇങ്ങനെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പാറക്കെട്ട് നടന്ന് കയറാനുള്ളതാണ്. അപ്പോൾ അതിന് പറ്റിയ ഷൂസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വരുന്നതായിരിക്കും സേഫ്. മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ആൾക്കാരൊക്കെ താമസിച്ചിട്ടുള്ള ഗുഹകളാണ്. അപ്പോൾ കുറച്ചുകൂടി മുകളിലോട്ട് ചെല്ലുമ്പം കുറച്ചും കൂടി ഗ്രാൻഡ് ആയിട്ടുള്ള ഏരിയാസൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ ക്യൂൻ താമസിച്ചിരുന്ന സ്ഥലം, അങ്ങനെ ഓരോന്നിനും ലേബലൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതലും ഇങ്ങനെയുള്ള പാറക്കെട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന അത്ര വേഗം നമുക്ക് മുകളിൽ കയറി കണ്ടിട്ട് തിരിച്ചിറങ്ങാൻ പറ്റില്ല. പിന്നെ ഞങ്ങളോടൊപ്പം കുട്ടികൾ വരുന്നില്ല എന്ന് പറഞ്ഞത് കാരണം ഞങ്ങൾ കുറച്ച് വേഗത്തിൽ തന്നെ ഓടി കണ്ടിട്ടാണ് തിരിച്ചിറങ്ങിയിട്ടുള്ളത്. ഏറ്റവും മുകളിലായിട്ട് എത്തുമ്പോഴത്തേക്ക് അവിടെ ഒരു ചർച്ച് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് താഴേക്കുള്ള വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് താഴേക്ക് നോക്കാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് നമ്മൾ 1-2 ഗുഹകളുടെ ഉൾഭാഗത്തൊക്കെ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. വലിയ ഗുഹകൾ, അതുപോലെ വൈൻ ഉണ്ടാക്കുന്ന സ്ഥലം, ഇടയ്ക്ക് ഇങ്ങനെ നല്ല കുഴി പോലൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഹോസ്പിറ്റൽ, അങ്ങനെ ഒരു പഴയ കാലത്ത് ഒരു സിറ്റി, അവിടെ മാർക്കറ്റ് പ്ലേസ്, അങ്ങനെയുള്ള ഓരോരോ സ്ഥലങ്ങളും ഇങ്ങനെ സെപ്പറേറ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ ഇപ്പം താഴേക്ക് ഇങ്ങനെ ഇടിഞ്ഞ് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കോൺക്രീറ്റ് പോലുള്ള തൂണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ ദിനസൂറിനൊക്കെ കാലാണല്ലോ. നിങ്ങൾക്ക് പോകണ്ടല്ലോ. ഇങ്ങനെ തുണി ഇതിനോ ഇത്രയും വർഷം മുമ്പല്ലേ. ഇവിടെ ക്യൂൻ തമാസ് ഹോൾ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതായിരിക്കും അപ്പോൾ പണ്ടത്തെ കൊട്ടാരം എന്ന് വിചാരിക്കുന്നു. കേവ് ടൗണിൻ്റെ ഏറ്റവും മുകളിലായിട്ടുള്ള പള്ളിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഈ ഒരു പള്ളി മാത്രമാണ് ഇങ്ങനെ ബ്രിക്ക് കൊണ്ട് കെട്ടിയിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ പാറകൾ കൊണ്ട് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇനി നമ്മൾ നേരെ ടണലിലേക്കാണ് പോകുന്നത്. അതുവഴിയാണ് പുറത്തേക്കുള്ള എൻട്രൻസ് വരുന്നത്. അത്യാവശ്യം നല്ല നീളത്തിലുള്ള ഒരു ടണലാണ്. ഇതാണ് ടണല്. ഈ റോഡ് നേരെ ഇതാണ് ടണലിൻ്റെ എൻട്രൻസ്. ടണലിൽ നേരെ വന്ന് റോഡിലേക്കാണ് പോകുന്നത്. ടണലിൽ നിന്ന് ഇങ്ങനെ നേരെ ഇറങ്ങി നല്ല വ്യൂ ആണ്. ഇങ്ങനെ സമയം കൊണ്ടേ കുറെ നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് പോകാം. പക്ഷെ നമുക്കിനിപ്പോ കുട്ടൈസിലേക്ക് പോകാനാണ്. ടണലിൻ്റെ എൻട്രൻസ്.
ഇനി ഇവിടുന്ന് നേരെ നമ്മൾ കുട്ടൈസിയിലേക്കാണ് പോകുന്നത്. കുട്ടൈസിയിൽ നമ്മൾ മെയിനായിട്ട് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് മാട്രിവെല്ലി കന്യൺ. അത് നമ്മൾ വരുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ കൂടി കണ്ടിട്ടാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു മ്യൂസിയം എന്ന ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ അങ്ങനെ അധികം അങ്ങനെ കാണാനൊന്നുമില്ല, കുറച്ച് സ്റ്റോളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മൾ വേഗം തന്നെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കേവ്സിനോടൊന്നും അധികം താല്പര്യം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഈ ഒരു സ്ഥലം ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് രാവിലെയാണ് നമ്മൾ മസ്കേത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടൈസിയിൽ എത്തുന്നതിന് മുന്നേ നമുക്ക് അത്യാവശ്യം സമയം ഉണ്ടായിരുന്നത് കാരണമാണ് നമ്മൾ ഇതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഈ മാട്രിവെല്ലി കന്യൺ 2-3 മണിക്കൂർ കൊണ്ട് നമുക്ക് കവർ ചെയ്യാവുന്നത് തന്നെ ഉള്ളൂ. പിന്നെ അവിടെ കൂടുതൽ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കുളിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ നേരെ നമ്മൾ അടുത്ത യാത്ര മാട്രിവെല്ലി കന്യണിലേക്കാണ്. പിന്നെ തിബിലിസിൽ നിന്ന് കുട്ടൈസിയിലേക്ക് പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കണം എന്നുള്ളവർക്ക് ഇടയ്ക്ക് ഇങ്ങനെ 1-2 സിറ്റീസൊക്കെ വരുന്നുണ്ട്. അവിടെ നിന്ന് വേണമെങ്കിൽ കഴിക്കാം. പിന്നെ റോഡ് സൈഡിലായിട്ടൊക്കെ ഇങ്ങനെ കോണ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വാങ്ങാനും ഒക്കെ കിട്ടുന്നുണ്ടാവും. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് മാട്രിവെല്ലി കന്യണിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.